കമ്മ്യൂണിസ്റ്റുകാർ ഉറപ്പായി 21ാം നൂറ്റാണ്ടിലെത്തും. പക്ഷെ അത് 22ാം നൂറ്റാണ്ടിലായിരിക്കും. മാത്രമല്ല, കേരളത്തെ 20 വർഷം പിന്നോട്ടടിച്ചത് ഇടതുപക്ഷമാണ്. കോൺഗ്രസ് MP ശശി തരൂരിന്റെ ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു തുറന്ന പരിഹാസമായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസമായിരുന്നു സ്വകാര്യ സർവകലാശാലകളെ എതിർത്തിരുന്ന LDF അതിന് അനുമതി നൽകുന്ന ബില്ല് പാസാക്കിയത്. ഇതിന് പിന്നാലെയാണ് തരൂരിന്റെ പരിഹാസ കുറിപ്പും സംഭവിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി കമ്പ്യൂട്ടറുകൾ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ പൊതുമേഖല ഓഫീസുകളിൽ കയറി അവ തല്ലിപ്പൊട്ടിച്ചു. ഇന്ത്യയിൽ മൊബൈൽ ഫോണുകൾ കൊണ്ടുവരുന്നതിനെ എതിർത്ത ഒരേ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ തുറക്കാൻ അനുമതി നൽകി. അങ്ങനെ കേരളത്തിലെ LDF സർക്കാർ ഒടുവിൽ ശരിയായ ഒരു കാര്യം ചെയ്തിരിക്കുകയാണ്. പതിവ് പോലെ തീരുമാനം ഏതാണ്ട് 15 മുതൽ 20 വർഷം വൈകിയാണ് വന്നത്. 19ാം നൂറ്റാണ്ടിലെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ കാര്യത്തിൽ ഇത് സാധാരണയായി സംഭവിക്കാറുണ്ട്. ഈ മാറ്റങ്ങളുടെ യഥാർത്ഥ ഗുണഭോക്താവ് സാധാരണക്കാരനാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് വർഷങ്ങളെടുത്തു. ആ സാധാരണക്കാരന് വേണ്ടിയാണ് തങ്ങൾ സംസാരിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടാൻ. ഒടുവിൽ അവർ ഒരു ദിവസം 21ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അത് 22ാം നൂറ്റാണ്ടിൽ മാത്രമായിരിക്കും. ഇതായിരുന്നു തരൂരിന്റെ ഇടതുപക്ഷത്തിനെതിരെയുള്ള പരിഹാസ ചുവയുള്ള കുറിപ്പ്. എന്തായാലും ഇതോടുകൂടി തരൂരിന്റെ പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ ശത്രുക്കളെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.